നമുക്ക് സാധാരണയായി പോസ്റ്റ്പാർട്ടം പീരിയഡിൽ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് ആഡിക്വേറ്റ് ആയിട്ട് ബ്രസ്റ്റ് മിൽക്ക് ഇല്ല എന്നുള്ളത്. അപ്പം അതിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള കോസ് എന്ന് പറയുന്നത് ഹൈഡ്രേഷൻ അഡിക്വേറ്റ് ആയിട്ട് പോകാത്തത് കൊണ്ട് തന്നെയാണ്. നമുക്ക് ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഒരു 88% വെള്ളം തന്നെയാണ്. അതുകൊണ്ട് ഒരു ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന മദർ ഒരു ദിവസം ശരാശരി 3 തൊട്ട് 3.5 ലിറ്റർ വരെ വെള്ളം കുടിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കണം. പയറുവർഗ്ഗങ്ങൾ, മുട്ട, പാല്, ചിക്കൻ, ഫിഷ് പോലെയുള്ള ഫുഡ് ഐറ്റംസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഉലുവ, ജീരകം, മുരിങ്ങയില ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്താൽ ബ്രസ്റ്റ് മിൽക്ക് കൂടുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്നത് പോസ്റ്റ്പാർട്ടം പീരീഡിലെ സ്ട്രെസ്സാണ്. സ്ട്രെസ്സും ഉറക്കമില്ലായ്മയും കാരണം കോർട്ടിസോൾ, അഡ്രിനാലിൻ പോലെയുള്ള കെമിക്കൽസ് ബോഡിയിൽ റിലീസ് ചെയ്യുകയും അത് കാരണം ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യാം. അതുകൊണ്ട് ഒരു ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന മദർ ആവശ്യത്തിന് ഉറങ്ങാനും സ്ട്രെസ് റിലീഫിന് വേണ്ടി മെഡിറ്റേഷൻ, ഡീപ് ബ്രീതിങ് എക്സസൈസ് ഒക്കെ ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നാച്ചുറലി നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്കിൻ ടു സ്കിൻ കോൺടാക്റ്റിൻ്റെ ടൈം കൂട്ടുക എന്നുള്ളതാണ്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയം മാത്രമല്ല, കുഞ്ഞുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കാരണം ബ്രസ്റ്റ് മിൽക്ക് കൂടാനുള്ള ഹോർമോൺസും ബ്രസ്റ്റ് മിൽക്ക് റിലീസ് ചെയ്യാനുള്ള ഹോർമോൺസും ഉണ്ടാകുകയും അങ്ങനെ ബ്രസ്റ്റ് മിൽക്ക് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ട് ബെറ്റർ ആക്കാനും ഇത് കാരണം സാധിക്കുന്നു.